നല്ല സിനിമയായിരുന്നു. പ്രഭുദേവയുടെ സ്വാഗ് അടിപൊളിയായിരുന്നു. പിന്നെ വിഷ്വൽസും മ്യൂസിക്കും ഒക്കെ സെറ്റായിരുന്നു. ഡാൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. സണ്ണി ലിയോണിയോ അതിനായിട്ട് വന്നതായിരുന്നു. സെറ്റാണ് സണ്ണി ലിയോണി. സൂപ്പറായിരുന്നു പടം. പ്രഭുദേവ കണ്ടോക്കണം. படம் சூப்பராக இருக்கும். நம்ம டேரக்டர் சீனு சார் தான். ஆக்சுவலாக அந்த படத்தில் 1 இயர் முன்னாடி ஒர்க் பண்ணியிருக்கேன். சினிமானா தான் டைரக்ஷன் சூப்பராக இருக்கும். படம் நல்லா பண்ணிருக்காப்புல. ஜித்து தாமோதரன் கேமராமேன் செம்மையாக பண்ணிருக்காப்புல. தேங்க்யூ ப்ரோ. അടിപൊളിയായിരുന്നു. അടിപൊളി. ഞങ്ങളുടെ ഒരു ഫ്രണ്ടാ ഡയറക്ടർ. അപ്പോൾ അടിപൊളി അച്ചു പടം എങ്ങനെയുണ്ട് പറയാം. അടിപൊളി 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 ഭയങ്കര അടിപൊളി. ഫുള്ള് പാട്ടായതുകൊണ്ട് ഡാൻസ് കൊള്ളാം. നല്ല അടിപൊളിയായിരുന്നു. അപ്പം ശരി പോയി. അടിപൊളി അടിപൊളി കുഴപ്പമില്ല. ഗുഡ് മൂവി. സൂപ്പർ ഡാൻസ്. സൂപ്പർ പടം. നല്ല സിനിമയാണ്. മ്യൂസിക് ഡാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സിനിമ. നല്ല രണ്ട് മണിക്കൂർ നല്ലൊരു എൻ്റർടൈനർ ആയിരുന്നു. നല്ലതായിരുന്നു. ഡാൻസും ഐറ്റും എല്ലാം സൂപ്പറായിരുന്നു. താങ്ക് യു. എന്തോ വളരെ നല്ല മൂവിയായിരുന്നു. ഡാൻസ് ഇല്ല, രണ്ടും ഇഷ്ടമായി. നല്ല സ്റ്റോറിയാണ്. ഡാൻസ് ഫൈറ്റൊക്കെ അടിപൊളിയാണ്. സ്റ്റോറി മാസ്റ്ററെ കുറച്ച് ഇച്ചിരി ബൂസ്റ്റപ്പ് ചെയ്ത് എന്തോ ഒരു അങ്ങനത്തെ ഒരു പാറ്റേൺ വന്നേക്കുന്നു. ലാസ്റ്റ് ടൈം ആയപ്പോൾ കുറച്ച് നല്ല രീതിയിൽ പോയി. മാസ്റ്റർ ഏറ്റവും ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് കാണാൻ വേണ്ടി വന്നതാണ്. ഇഷ്ടപ്പെട്ടു കിടന്നു. സിനിച്ചേട്ടൻ അറിയാവുന്നതാണ്. അപ്പോൾ കുഴപ്പമില്ല. എന്നാലും ഒരു കുറച്ചും കൂടി ഇതാക്കിയത് നല്ല രീതിയിലായി എന്നുള്ളൊരു അഭിപ്രായമാണ്. കുറച്ചും കൂടിയൊക്കെ ലാസ്റ്റ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡയറക്ഷൻ തോന്നി. ഓരോ കട്ടായാലും വേറെ സെപ്പറേഷൻ വരുന്നത് എല്ലാം. പക്ഷേ എന്നാലും എവിടേക്ക് എന്തോ ഒരു അത്രയേ ഉള്ളൂ. നല്ലതായിരുന്നു. കുഴപ്പമില്ല. ലാസ്റ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് തോന്നി.